ശ്രീരാമൻ സീതയെ തിരഞ്ഞു നടക്കുന്ന വേളയിൽ വഴിമധ്യേ തകർന്ന തേരും വില്ലും ശരങ്ങളും കിടക്കുന്നത് കണ്ടു. അന്നേരം ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കുമാര, ഒരു രഥം തകർന്നു കിടക്കുന്നത് കണ്ടോ? സീതയെ ഏതോ ഒരു രാക്ഷസൻ കൊണ്ടുപോയപ്പോൾ മറ്റൊരു രാക്ഷസൻ അവനോട് യുദ്ധം ചെയ്തു. അന്നേരം തകർന്ന തേർക്കോപ്പിൻ്റെ ഭാഗങ്ങളാവാം ഈ കാണുന്നത്. അവർ നമ്മുടെ ദേവിയെ ഭക്ഷിച്ചോ കൊന്നുകളഞ്ഞോ ആർക്കറിയാം. ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഭയാനകമായ ഒരു രൂപത്തെ കണ്ടു. ആ രൂപത്തെ കണ്ടയുടൻ ലക്ഷ്മണനോട് പറയും, വില്ലും ശരങ്ങളും ഇങ്ങു തരൂ. ജാനകിയെ ഭക്ഷിച്ച് തൃപ്തനായ ഒരു രാക്ഷസൻ ഇവിടെ കിടക്കുന്നെന്ന് നീ കണ്ടില്ലേ? ഇവനെ ഞാൻ ഉടനെ കൊല്ലുന്നുണ്ട് എന്ന് പറയും. ഇത് കേട്ടുള്ളിൽ ഭയം പൂണ്ട ജടായു പറയും, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ ഭക്തനും ദാസനുമായ ജടായുവാണ്. വിശേഷിച്ചും അങ്ങയുടെ പിതാവിൻ്റെ സുഹൃത്താണ്. അങ്ങയുടെ പത്നിയെ ദുഷ്ടനായ രാവണൻ ബലാത്കാരേണ പിടിച്ചുകൊണ്ട് ആകാശമാർഗത്തിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ചെന്ന് അവനെ തടഞ്ഞു. അവനോട് യുദ്ധം ചെയ്ത് അവൻ്റെ തേരും വില്ലുമെല്ലാം ഞാൻ തകർത്തു. അപ്പോൾ അവൻ ചന്ദ്രഹാസം കൊണ്ട് എന്നെ വെട്ടിവീഴ്ത്തി. അതിയായ വേദനയോടെ ഞാൻ ഭൂമിയിൽ പതിച്ചു. അങ്ങയെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിക്കുന്നതുവരെ ഞാൻ മരിക്കുകയില്ല എന്നുള്ള വരവും ഞാൻ സീതാദേവിയിൽ നിന്നും നേടി. അങ്ങയുടെ പാതാരവിന്ദങ്ങൾ നിത്യവും എൻ്റെ ഹൃദയത്തിൽ വിളങ്ങണം. ജടായുവിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ കരുണയോടെ അടുത്തു ചെന്നിരുന്ന് തൻ്റെ കരങ്ങൾ കൊണ്ട് ആ പക്ഷിയുടെ ശരീരം തലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പത്നിയെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പറയൂ. അത് കേട്ട് ജടായു പറഞ്ഞു, രാക്ഷസരാജാവായ രാവണൻ സീതയെ തെക്കേ ദിക്കിലേക്കാണ് കൊണ്ടുപോയത്. മരണവേദന കൊണ്ട് കൂടുതൽ പറയുവാനുള്ള ശക്തി എനിക്കില്ല. നല്ലതു വരുവാനായി എന്നെ അനുഗ്രഹിക്കണം. അങ്ങയെ കണ്ടുകൊണ്ടു തന്നെ മരണം പ്രാപിക്കാൻ ഭാഗ്യമുണ്ടായത് അങ്ങയുടെ കരുണയ്ക്ക് പാത്രമായതുകൊണ്ടു തന്നെ ആയിരിക്കണം. ദയാനിധിയെ, മായാമനുഷ്യനായ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അങ്ങ് എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. അന്ത്യകാലത്ത് അങ്ങയെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ബന്ധമറ്റ് ഞാൻ മുക്തനായി. ബന്ധുഭാവത്തിൽ ദാസനായ അടിയനെ ബന്ധുവത്സനായ അങ്ങ് ഉച്ചമലരിപ്പൂ പോലെയുള്ള അങ്ങയുടെ തൃക്കരങ്ങൾ കൊണ്ട് മെല്ലെ തലോടിയാലും ഭഗവാനെ, അങ്ങയുടെ ചരണങ്ങളിൽ തന്നെ മുഴുകാൻ അടിയന് ഭാഗ്യമുണ്ടാകട്ടെ. ശ്രീരാമൻ ഇത് കേട്ട് പൂർണ്ണമായ ആത്മാനന്ദം ലഭിക്കത്തക്ക വിധം ജടായുവിനെ മെല്ലെ തലോടി. അന്നേരം പ്രാണം വേർപെട്ട് ജടായു മണ്ണിൽ വീണു. രഘുവരൻ കണ്ണീർ തൂക്കിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ മിത്രമായ ജടായുവിൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് അന്ത്യക്രിയകൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാനായി ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണൻ ഉടൻ തന്നെ ഒരു ചിത തയ്യാറാക്കി. കുളിച്ചു വന്ന രാമൻ സംസ്കാരകർമ്മങ്ങൾ നടത്തിയിട്ട് വീണ്ടും കുളിച്ച് ഉദകക്രിയയും ചെയ്തു. ആ സമയത്ത് സൂര്യനെപ്പോലെ ദിവ്യ തേജസ്സോടുകൂടി ജടായു വിമാനത്തിൽ കയറി. ശംഖം, ചക്ര, ഗദ, പത്മം, കിരീടം, മഞ്ഞവസ്ത്രം എന്നിവ ധരിച്ച വിഷ്ണു പരിജനങ്ങളുടെ അകമ്പടിയോടെ മുനിമാരാൽ സ്തുതിക്കപ്പെട്ടവനും തേജസ്സുകൊണ്ട് സകല ദിക്കുകളിലും വ്യാപിച്ചവനുമായി കാണപ്പെട്ടു. തുടർന്ന് ജടായു വളരെ ഭക്തിപൂർവ്വം കുമ്പിട്ട് കൂപ്പിത്തെഴുതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയമഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷവിക്ഷപിതാമരശുജം രഹിതാവധി സുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമഗൂഢോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവകാനനാദവദഹനനാമധേയം ഭവപങ്കജഭവമുഖദൈവതം ദേവം ധനുജപദകോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാഹരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഘ്രിബോധകം നിത്യം ഭവനാശയാനിശം പ്രണതോസ്മ്യഹം രാമം
ഗിരിശഗിരിസുധാഹൃദയാംബുജവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയതനുജേന്ദ്രസേവിതപാദം സുരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരതാരാർത്ഥപരിവർജിതമനീഷിണാം പരപൂരുഷഗുണബുധിസന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംബോരുഹം സ്മൃതിഗോചരമസിതാംബുധകളേബരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗകസ്ഥിതി തരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ഇനി അർത്ഥം പറയാം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ അസംഖ്യം ഗുണങ്ങളുള്ള രൂപഭേദമുണ്ടാകാത്തവനായ ആദ്യനും ആനന്ദസ്വരൂപനും വരപ്രദനും പരമാത്മാവുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ സദാ നമസ്കരിക്കുന്നു. മഹനീയമായ കടാക്ഷം കൊണ്ട് ദേവന്മാരുടെ ശോകങ്ങളെ ഇല്ലാതാക്കുന്നവനും ഇന്ദിരാമനോഹരനും ഉജ്ജ്വലമായ ജടാമകുടമുള്ളവനും അമ്പും വില്ലുമേന്തിയ കോമള കരങ്ങളോട് കൂടിയവനുമായ രാമനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. ഭുവനമോഹനമായ രൂപമുള്ളവനും 100 സൂര്യന്മാർ ഒത്തുചേർന്നതുപോലെയുള്ള ശോഭയുള്ളവനും അഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുന്നവനും ശരണം നൽകുന്നവനും കൽപ്പവൃക്ഷച്ചുവട്ടിൽ വസിക്കുന്നവനും ദേവസമൂഹത്തിന് അഭിവന്ദ്യനുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് ആരാധ്യദേവനും അനേകം അസുരന്മാരെ നശിപ്പിക്കുന്നവനും മനുഷ്യരൂപം പൂണ്ട മഹാവിഷ്ണുവായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവത് സ്വരൂപനും സാംസാരിക സങ്കല്പങ്ങൾക്ക് അതീതനും മുനിമാരാൽ സേവിതനും സംസാരസാഗരം കടക്കുവാനുതകുന്ന നൗകയാകുന്ന പാദങ്ങളോടുകൂടിയവനും നിത്യനുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ മോക്ഷത്തിനു വേണ്ടി നമസ്കരിക്കുന്നു. ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനും മന്ദരപർവ്വതത്തെ ഉയർത്തിയവനും ദേവേന്ദ്രനാൽ സേവിതനും ദേവവൃന്ദത്താലും അസുരേന്ദ്രനാലും സേവിക്കപ്പെട്ട പാതാരവിന്ദങ്ങളോടുകൂടിയവനും ഇന്ദ്രനീലക്കല്ലുപോലെ ശോഭയുള്ളവനുമായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. പരസ്ത്രീകളെയും പരധനത്തെയും ഉപേക്ഷിക്കുന്നവരും അന്യരുടെ ഗുണങ്ങളും ഐശ്വര്യവും കണ്ട് ആനന്ദിക്കുന്ന മനസ്സുള്ളവരും പരലോകഹിതത്തിൽ മാത്രം താൽപ്പര്യമുള്ളവരുമായ സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്നവനും ആനന്ദമയനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. പുഞ്ചിരി കൊണ്ട് വിടർന്ന മുഖകമലത്തോടു കൂടിയവനും സ്മൃതിക്ക് വിഷയീഭവിച്ചവനും കാർമേഘം പോലുള്ള ശരീരത്തോടു കൂടിയവനും വെള്ളത്താമര പോലെ മനോഹരമായ നയനങ്ങളോടുകൂടിയവനും സീതാദേവിയുടെ നാഥനുമായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ജലം നിറച്ച പാത്രത്തിലെല്ലാം പ്രതിഫലിച്ചു കാണുന്ന സൂര്യബിംബം പോലെ സകല ചരാചരങ്ങളിലും വാഴുന്ന പരിപൂർണനും അദ്വയനും അവ്യയനും ഏകനും പരാപരനുമായ ശ്രീരാമദേവനെ ഞാൻ നമസ്കരിക്കുന്നു.
ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപഭേദങ്ങളോടെ ത്രിഗുണങ്ങളാൽ വിരാജിക്കുന്നവനും കേവലനായി പ്രശോഭിക്കുന്നവനും അവ്യക്തനും ജന്മരഹിതനും സീതാപതിയുമായ രഘുവരനെ ഞാൻ നമസ്കരിക്കുന്നു. 100 കോടി കാമദേവന്മാരെ പോലെ സുന്ദര ശരീരമുള്ളവനും ജനനമരണങ്ങളില്ലാത്തവനും ജഗന്മയനും നിർമ്മലനും ധർമ്മകർമ്മങ്ങൾക്ക് ആധാരമായിട്ടുള്ളവനും ആധാരമില്ലാത്തവനും നിർമ്മലനും ആത്മാരാമനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. ജടായുവിൻ്റെ ഈ സ്തുതി കേട്ട് ശ്രീരാമൻ സന്തോഷിച്ചു. എന്നിട്ട് പക്ഷിശ്രേഷ്ഠനോട് പറഞ്ഞു, നീ വിഷ്ണുവായ എൻ്റെ ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കൂ. നിനക്ക് മംഗളം ഭവിക്കട്ടെ. പക്ഷിശ്രേഷ്ഠ, ഈ സ്തോത്രം എഴുതുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഭക്തൻ നിന്നെപ്പോലെ എന്നിൽ ഭക്തിയുള്ളവനായി എന്നോട് സാരൂപ്യം പ്രാപിക്കും. രാമവാക്യം കേട്ട് പക്ഷിശ്രേഷ്ഠൻ വിഷ്ണു സാരൂപ്യം നേടി. നിർമ്മലമായ രാമനാമം ജപിക്കുന്ന ജനങ്ങളെപ്പോലെ ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്ന പദത്തെ പ്രാപിച്ചു. ഹരി ഓം.